ഹലോ. തിരുവോണ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാലോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ എണീറ്റ് ഒരു കുളി അങ്ങ് പാസ്സാക്കി. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത്. സത്യം പറഞ്ഞാൽ രാവിലെ കുളിച്ചപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നി കേട്ടോ. പക്ഷേ എന്നും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുളിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇന്നലെ ആട്ടി വെച്ച ദോശമാവല്ല ഇഡലി മാവ് പുളിച്ചോ എന്നൊക്കെ നോക്കി. ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റാണ്. എന്നും രാവിലെ വന്ന് ഇതും തുറന്ന് നോക്കുമ്പോൾ പൊളിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കി. നല്ല സാമ്പാറായിരുന്നു. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, കൊള്ളായിരുന്നു. ഞാൻ മാത്രമല്ല പറഞ്ഞത്, കഴിച്ച ആൾക്കാർ പറഞ്ഞു കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡലി ഉണ്ടാക്കി. എൻ്റെ ഇഡലിക്കുട്ടികം ഭയങ്കര ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഡലിയും അത്ര ചെറുതാണ്. പക്ഷേ എനിക്ക് ഇഡലിക്കുട്ടികം എനിക്ക് ഈ ചെറിയ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട്. പിന്നെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി ഞാൻ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിരുന്ന പാത്രത്തിൽ കയറി പിടിച്ചതാണ്. നല്ല പൊള്ളിയായിരുന്നു. നല്ല പൊള്ളിയില്ല എങ്കിലും പൊള്ളി കയറിയതൊന്നുമില്ല, എന്നാലും നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സദ്യ പുറത്തു നിന്നാണ് വാങ്ങിച്ചത്. കറിച്ചട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല സദ്യയായിരുന്നു. അതിനകത്ത് എനിക്കറിയുന്ന കുറേ കറികളും എനിക്കറിയാത്ത കുറേ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം സൈഡിൽ ഉണ്ടാക്കുന്ന സദ്യയിൽ ഉള്ള കറികളും അതല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു പ്രത്യേക എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള സദ്യയിലുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. കറികളെല്ലാം എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനെടുത്തത്. പിന്നെ സദ്യയുടെ കൂടെ ഉണ്ടായിരുന്നത് മറ്റേ കടലപ്പരിപ്പ് പായസമായിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മൾ അരിപ്പായസമല്ല, എന്താണ് പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പ്രത്യേകമായിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും നല്ല സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. പിന്നെ സദ്യ പുറത്തുനിന്നാക്കാൻ കാരണം നമ്മൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും കറികളൊക്കെ വെക്കാനായിട്ട് സദ്യ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പുറത്തുനിന്നാക്കി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പായസവും എല്ലാം ഉണ്ടാക്കി. ചിലവും എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ്. എന്തായാലും ബൈ.